പിടിക്ക്. എന്താണ് ഇത്? ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരിക്കുന്നുണ്ട്. ഇരിക്കുന്നവൻ മുടിയും. പ്രശ്നങ്ങൾ അവസാനിക്കില്ല. അപകടങ്ങൾ പലതും സംഭവിക്കും. എന്റെ ഈശ്വര, എന്താ കേക്കണേ? നിങ്ങളുടെ ഈശ്വരഭക്തി കൊണ്ട് മാത്രമാണ് ഇതുവരെ പിടിച്ചു നിന്നത്. ഇതിനൊരു പ്രതിവിധിയില്ലേ? ഞാൻ വിചാരിച്ചാൽ ബാധയെ ഒരിടത്തും പിടിച്ചു കിട്ടാൻ കഴിയില്ല. അതിന് അഥർവം പഠിച്ച ഏതെങ്കിലും ദുർമന്ത്രവാദിയുടെ ആഭിചാര കർമ്മം വേണം. ഇതൊന്ന് നശിപ്പിച്ചു കളഞ്ഞ പ്രശ്നങ്ങൾ തീരില്ലേ? വസ്തു നശിക്കുമെങ്കിലും ബാധ ഇവിടെ തന്നെ നിൽക്കും. പുഴയിലെറിഞ്ഞാലോ കുഴിച്ചിട്ടാലോ ഇതൊക്കെ തന്നെ അവസ്ഥ. ഇവിടെ നിന്ന് ബാധ ഒഴിയണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താ പണിക്കരെ? ഈ വസ്തു മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കണം. അത് ഏറ്റുവാങ്ങുന്ന ആളുടെ കൂടെ ബാധയും പോയിക്കൊള്ളും. മനസ്സില്ലാ മനസ്സോടെയോ ഇഷ്ടമില്ലാതെയോ ആണോ വാങ്ങുന്നതെങ്കിൽ വസ്തു പോകും, പക്ഷെ ബാധ ഇവിടെ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ തങ്കുപണിക്കരെ തന്നെ ഈ പ്രതിമ സന്തോഷപൂർവ്വം സ്വീകരിച്ചേട്ടെ. എന്റെ കുടുംബം മുടിഞ്ഞു കാണണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അത് പണിക്കരാകുമ്പോ അതിന് വേണ്ട പ്രതിവിധിയൊക്കെ ഉണ്ടാവുമല്ലോ. എന്നെ കൊണ്ട് പോലും പിടിച്ചു കിട്ടാൻ പറ്റാത്ത ബാധയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്യാം, അല്ലെങ്കിൽ വരുന്നത് എല്ലാരും കൂടി അനുഭവിക്കാം. ഇവിടുത്തെ ഫീസ് എത്രയാ? കണക്ക് പറഞ്ഞ് ഫീസ് വാങ്ങാൻ ഇതെനിക്കൊരു ബിസിനസ് ഒന്നുമല്ല. ഒരു നിരീശ്വരവാദിയുടെ വീടാന്നറിഞ്ഞിട്ടും ഇങ്ങോട്ട് കയറി വന്നത് മേനോൻ പറഞ്ഞിട്ടാ. എന്നാലും ദക്ഷിണയായിട്ട് ഒന്നും വാങ്ങരുന്ന് മേനോൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, അടുത്ത പ്രസവത്തിന് ഒരു മുന്തിയിലും പട്ടിക്കുട്ടിയെ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദക്ഷിണയായല്ലോ. പണം അല്ലെങ്കിൽ പട്ടി. അല്ല, ഈ ദക്ഷിണ എടി, ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ. നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന കഷ്ടമാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, ഈ അശ്രീകരം പിടിച്ച പ്രതിമ അച്ഛൻ എവിടെ നിന്ന് എത്തി? അതൊരു നീണ്ട കഥയാണ്. ഞാൻ സിംഗപ്പൂരിലായിരിക്കുന്ന കാലത്ത് അതൊരു ചെറുകഥയാക്കി പറഞ്ഞാൽ മതി. അതായത് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വരാൻ നേരം എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ ഏൽപ്പിച്ചതാണ് ഈ പ്രതിമ. നാട്ടിലുള്ള അയാളുടെ കൂട്ടുകാരന് കൊടുക്കാൻ. എയർപോർട്ട് വന്ന് ഇറങ്ങുമ്പോ അയാൾ ഒന്ന് മേടിച്ചോളൂന്നും പറഞ്ഞു. പക്ഷെ ഞാൻ ആരെയും കണ്ടില്ല. ഞാൻ നേരെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എങ്കിൽ സംശയിക്കാനൊന്നുമില്ല, ഇത് കൂടോത്രം തന്നെയാ. അച്ഛന്റെ വളർച്ചയിൽ അസൂയ തോന്നിയ ആ സുഹൃത്ത് അച്ഛൻ മുടിയാൻ വേണ്ടി ചെയ്ത ഒരു സിംഗപ്പൂർ കൂടോത്രം. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എയർപോർട്ടിൽ ഈ പ്രതിമ വാങ്ങാൻ ആരും വന്നില്ല അച്ഛാ? എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഒരു കുഞ്ഞു പോലും ഇത് അന്വേഷിച്ച് ഇവിടെ വന്നില്ല? ആരും വരാതാകുമ്പോ അച്ഛനത് വീട്ടിൽ സൂക്ഷിക്കുമെന്നും അതോടെ നമ്മളെല്ലാം നശിച്ച് കുത്തുപാളെടുക്കുമെന്ന് ആൾക്കറിയാം. അതെ, ഭയങ്കര ചതിയായി പോയി. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ഇത് ഒഴിവാക്കാൻ മാർഗം എന്താന്ന് ആലോചിക്ക്. ചേടാ, പ്രശ്നം മാറാൻ വേണ്ടി പ്രശ്നം വെച്ചപ്പോ അതൊരു പ്രശ്നമായോ? കണ്ട എന്ത് കേട്ടില്ലേ? എടാ ഫൂൾ, അത് കോളിംഗ് ബെല്ലാടാ. അതുമായിട്ടല്ലേ കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ആരാ അത്? ആളുണ്ട്. ഓ, നമസ്കാരം. പിള്ളേച്ചനോ? വരണം വരണം, വാ ഇരിക്കെ. എടോ, ബിസിനസ്സിൽ നമ്മൾ തമ്മിൽ മത്സരമുണ്ടെങ്കിലും ഈ നാട്ടുകാര് പറയുന്നത് പോലെ ഒരു ശത്രുതയില്ല. തനിക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. തന്റെ കമ്പനി ആകെ തകർന്നിരിക്കുകയാണെന്ന് കേട്ടല്ലോ. എന്ത് പറ്റിയിടൂ? ഓ, ഒന്നും പറയണ്ട എന്റെ പിള്ളേച്ച. ചില എംബോക്കികള് പാരയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയല്ലേ. അതുകൊണ്ട് കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ ശരിയാ, ഞാനും ഒരു തരത്തിൽ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ AC ഇല്ലല്ലേ? നമ്മുടെ വീട്ടിലില്ലല്ലോ. ആര് പറഞ്ഞു? കേട് പറ്റിയതല്ലേ. ആട്ടെ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഞാൻ BA മ്യൂസിക് കഴിഞ്ഞ് ആദിവാസി സംഗീതത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. കൊള്ളാം. അതാ തനിക്ക് ഒരു ആദിവാസി ഛായ. ഞാൻ ഡിഗ്രിക്ക് തോറ്റു. ഇപ്പൊ സ്ഥിരം ട്യൂട്ടോറിയല്ല. അപ്പൊ മക്കളെ കൊണ്ട് നമ്പ്യാർക്ക് ഒരു ഗുണവുമില്ലെന്നർത്ഥം. അല്ല, പിള്ള വന്ന കാര്യം പറഞ്ഞില്ല. എന്റെ 50ാം പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് ഇവക്ക് ഒരേ നിർബന്ധം. ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. സാധാരണ 60ാം പിറന്നാൾ ആഘോഷിക്കാറുണ്ട്. 50ാം പിറന്നാൾ ആഘോഷത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്ക. അത് ഷഷ്ടി പൂർത്തി, ഇത് കഷ്ടി പൂർത്തി. ഓ, കഷ്ടി പൂർത്തിയാ. ഈ 60 എന്നൊക്കെ പറയുന്നത് ഓൾഡ് ഫാഷനാ. ഇപ്പൊ 50 ഫാഷൻ. അച്ഛന്റെ 50ാം പിറന്നാൾ ആഘോഷിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാ. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. ഓ, പണത്തിന്റെ ടൈറ്റ് കൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത്. ഏയ്, അതൊന്നുമല്ല. അമ്മ ഭയങ്കര വിശ്വാസിയാ. അമ്മയുടെ അമ്മാവൻ
50-ാം പിറന്നാൾ ആഘോഷിച്ചതിന്റെ 4-ാം ദിവസം വടിയായി പോയി. ഈ 50-ാം പിറന്നാൾ ആഘോഷിച്ചാൽ പിന്നെ അധിക ദിവസം ജീവിച്ചിരിക്കില്ലെന്ന അമ്മ പറഞ്ഞ്. അങ്ങനെയൊന്നും ഉണ്ടോ വിശാലം? ഏയ് ഇനി അഥവാ അങ്ങനെ എങ്ങാനും സംഭവിച്ച ഞാൻ അങ്ങ് സഹിച്ചോളാം. ഇവള് തമാശ. ബിസ്ലറി വാട്ടർ തിളപ്പിച്ച ചായയാണോ? അല്ല, പൈപ്പ് വെള്ളത്തിലാ. അയ്യോ, എങ്കിൽ ഞങ്ങൾ കഴിക്കില്ല. അയ്യോ, ഞാനത് ഓർത്തില്ല. ഞങ്ങൾക്ക് ഷുഗറാ. ആന്റി, എനിക്ക് വേണം. മോള് സാധാരണ ഹോളിസല്ലേ കഴിക്കുക, ഇന്നെന്ത് പറ്റി? ആര് പറഞ്ഞു? ഞാൻ ചായ കുടിക്കാറുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല. നീ അതൊന്നും കാണുകയല്ല. നിനക്ക് എവിടെയാ സമയം? അപ്പോ 15-ാം തീയതിയാണ് നമ്മുടെ ഫംഗ്ഷൻ. എല്ലാവരും വരണം, മറക്കരുത്. വരട്ടെ. ശരി. പടിയുണ്ട്. അയ്യോ, പടി. ഇത്രയ്ക്ക് അസൂയയും പൊങ്ങച്ചുള്ള ഒരു ഫാമിലിയെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആ പെണ്ണ് നല്ല കുട്ടിയാ. അതെ, അത് ഞാനും അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അച്ഛാ, എനിക്കൊരു ഐഡിയ. അവളെ കെട്ടുന്ന കാര്യമാണെങ്കിൽ മക്കളെ നടക്കത്തില്ല. ഛേ, അതൊന്നും അല്ല അച്ഛാ. ആ ജോത്സ്യര് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ ഒരു മാർഗമുണ്ട്. പിള്ളയുടെ പിറന്നാളിന് നമ്മൾ ആ കൂടോത്ര പ്രതിമ സമ്മാനമായിട്ട് കൊടുത്താലോ? ഗിഫ്റ്റ് ആയതുകൊണ്ട് അങ്ങേര് അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. പാരയ്ക്കൊരു മറുപാര. ആ, ജോത്സ്യര് പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും, അങ്ങേരുടെ പ്രശ്നങ്ങൾ തുടങ്ങുകയും ചെയ്യും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ പരീക്ഷണം കൂടെ നമ്മൾ നടത്തി നോക്കിക്കളയാം. ഇത് പരീക്ഷിക്കാൻ പറ്റിയ വേറൊരുത്തനെ ഈ ഭൂലോകത്ത് വരെ കിട്ടത്തില്ല. അത് വേണോ? മിണ്ടിപ്പോഴുതു. പ്രതിമ പാക്ക് ചെയ്യട്ടെ അച്ഛാ. ഹലോ, എന്താ വൈകിയത്? പ്രസന്റേഷൻ പാക്ക് ചെയ്തപ്പോ വൈകിപ്പോയി. വരൂ, ഞാൻ അച്ഛനെ വിളിക്കാം. ഞാൻ തന്നെ കൊടുക്കണോ? അച്ഛൻ ഇപ്പൊ അതും ഇതും പറഞ്ഞ് ചളമാക്കും. അച്ഛന് പേടിയൊന്നും മാറ്റാമോ? ഇതുപോലെ അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. വന്നേ, ഒരെന്നാലും ഇല്ല. അയ്യോ, ഇതാര്? എന്താ വന്ന കാലം നിൽക്കുന്നത്? അങ്ങോട്ട് ഇരുന്നാട്ടെ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വളരെ അയ്യോ, മുതലാളി, നമ്മുടെ പുതിയ കാറിന്റെ ചില്ല് തേങ്ങ വീണ് ഉടഞ്ഞു. നീയേ വണ്ടി തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് മാറ്റിട്ടേ. പിന്നെ മൊട്ടത്തലയൻ കൂടോത്താൻ പണി തുടങ്ങി. അവര് വന്നല്ലോ. നമസ്കാരം. ഞങ്ങൾ JK എന്റർപ്രൈസസ് മുമ്പ് ചെറിയൊരു ധാരണ പിശകിന്റെ പേരിൽ നടക്കാതെ പോയ ആ പ്രോജക്ട് നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. പക്ഷെ ഞങ്ങളുടെ വ്യവസ്ഥ നിങ്ങൾ അംഗീകരിച്ചില്ലല്ലോ. ഇതെങ്ങനെയാ? അന്ന് പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. എന്നാ അഡ്വാൻസ് കൊടുക്കുക. ഇത് 2 ലക്ഷം രൂപ അഡ്വാൻസ്. ബാക്കി കാര്യങ്ങളാണ് ഓഫീസിൽ വന്ന് സംസാരിക്കുക. എന്നാ ഓഫീസ് വെച്ച് കാണാം. എന്നാൽ നിങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, വരട്ടെ. ശരി സാർ. ആ ശ്രീകരം പിടിച്ച പ്രതിമ കുടുംബത്തിൽ നിന്ന് പോയപ്പോ മഹാലക്ഷ്മി ഒന്ന് കയറുന്നത് കണ്ടോ? ആ പാരപ്പിള്ളയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള തെളിവ് എനിക്ക് കിട്ടി. മുതലാളി, നമ്മൾ രക്ഷപ്പെട്ടു. മാറാതെ കിടന്ന എല്ലാ ബില്ലുകളും മാറി. മാത്രമല്ല 1.5 കോടിക്കുള്ള കഞ്ഞിക്കുഴി പാലത്തിന്റെ ടെൻഡറും നമുക്ക് അനുവദിച്ചു. എല്ലാം ദൈവത്തിന്റെ ഒരു മറിമായം. എന്തോ അല്ല, ഒരു മറിയും. ഞാൻ അങ്ങോട്ടേ. ഭഗവാനെ, ഭക്തവത്സല, എല്ലാം നിന്റെ മായ. ഹലോ, ഞാൻ അട്ടപ്പാടിന്ന് മുത്തുലക്ഷ്മി പേசுறேன். അറ്റപ്പാടിന്ന് മുത്തുലക്ഷ്മിയാ. ആരാ വേണ്ടത്? என் அன்பு காதலன் பிரதீப் மூப்பன் இருக்குங்களா? പ്രദീപ് മൂപ്പനാ? ஆமா, நீங்க யாரு? தம்பியா? நான் உன்னோட அண்ணன் தானே. அண்ணனு கொஞ்சம் கொள்றா சின்ன தம்பி. ചേട്ടാ, അട്ടപ്പാടിന്ന് മുത്തുലക്ഷ്മി മാമി. മുത്തുലക്ഷ്മി? അയ്യോ പാവം, ഒന്നും അറിയില്ല. ഗവേഷണമാണെന്ന് പറഞ്ഞ അട്ടപ്പാടിക്ക് മുങ്ങുന്ന ഇതിനാണല്ലേ? ഹലോ, ആരാ? മനസ്സിലായില്ല. മുത്തുലക്ഷ്മിയോ? கடவுளே, நீங்க என்ன மறந்துட்டியா? நான் உன்னோட காதல் முத்துலட்சுமி. മുത്തുലക്ഷ്മിയോ? അങ്ങനെ ഒരു പെണ്ണിനെ എനിക്കറിയില്ലല്ലോ. அதெல்லாம் இப்படி எல்லாம் பேசுறது. நீ என் சிவிலி பேரு பாண்டி, தீச்சட்டி கோவிந்தன். நான் உன்னோட குஷ்பு. காட்டு தேனும் காட்டு கிழங்கும் எல்லாம் சாப்பிட்டது நீ மறந்துட்டியா? பரவாயில்ல. ஆனா
എന്നെ നീ മറന്നാ ഞാൻ തൂങ്ങിച്ചാവും, ആറ്റിച്ചാടി ചാവും. ആമാ, സാവും സാവും. തമിഴും മലയാളവും ഇംഗ്ലീഷും കൂടെ സംസാരിക്കുന്ന ആദിവാസിയോ? അതാരാ? നീ എന്തിനാ എന്നെ ഇങ്ങനെ മേടിച്ചു നോക്കുന്നത്? ഞാൻ ആ പെണ്ണിനെ അറിയത്തൊന്നുമില്ല. അപ്പൊ അത് ശരി, ഞാനിവിടെ ഇരുന്നത് കൊണ്ട് ഒളിച്ചു കളിച്ചാണല്ലേ? ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരുവിധം മാറി വരിക. ആദിവാസി സ്ത്രീകളെ പീഡിപ്പിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയാലോ? വെറുതെ വല്ല സ്ത്രീപീഡന കേസിൽ നിന്ന് ചാർജ് ചേട്ടാ. ഇതെടുത്ത് തലയിൽ കൂടെ അടിച്ചു തന്നുണ്ടല്ലോ. ഇതെങ്ങോട്ട് വയ്ക്ക. ഇതൊന്നും കണക്കിൽ കൊള്ളിക്കാത്ത ഫയലുകളാണല്ലോ പിള്ളേ. അത് സാർ, സിമന്റ് മൂവ്മെന്റിന്റെ രേഖകളിലും കൃത്രിമത്വമുണ്ട്. വെറുതെ അല്ല തന്നെ നാട്ടുകാർ ആന വിഴുകിന്ന് വിളിക്കുന്നത്. നാളെ 10 മണിക്ക് ഓഫീസിലെത്തണം. ഓ, Come on, take the files. We can go. ഹലോ, എഞ്ചിനീയർ സാർ ആയിരുന്നോ? ഒന്നും പറയണ്ടല്ലോ സാറേ. ഇവിടെ ആ ഇൻകം ടാക്സുകാരന്മാരും ഉള്ളതെല്ലാം തൂത്ത് പെറുക്കിക്കൊണ്ട് പോയി. കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനാ. കോൺട്രാക്ടുകൾ പലതും ക്യാൻസലായി. പലതീരുടെ പാലത്തിലാണെങ്കിൽ വിള്ളല്. ആകെ ഗതികേടില്ല. അല്ല, ഇപ്പൊ എന്താ വിശേഷിച്ച്? എന്താ എന്ത് പറ്റി? നമ്മൾ ഹൗസിംഗ് കോളേജിൽ പണിതോണ്ടിരുന്ന ഫ്ലാറ്റ് റെക്കോർഡ് എരിഞ്ഞെന്ന്. ഓ, ആന ചരിയുന്നു പിന്നെ ഫ്ലാറ്റ്. ഒന്നും മിണ്ടാതെ അപ്പുറത്ത് പോകുന്നുണ്ടോ? ഞാൻ പോയേക്കാം, നിങ്ങൾ അകത്താകാൻ സൂക്ഷിച്ചാ മതി. ഓ, ഞാൻ അകത്ത് പോയ നിനക്കെന്താടി മഹിളാസവാദില്ലേ? ഓ, അട്ടപ്പാടിന്ന് മുത്തലക്ഷ്മിയാണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരെ ശരിക്കും ഒന്ന് വരണ്ടു. തമിഴ് സിനിമയിൽ പഠിച്ച തമിഴൊക്കെ വെച്ച് കാച്ചി ഞാനൊരു ലെവലിൽ കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അവസാനം നാവിന്ന് അറിയാതൊരു ഇംഗ്ലീഷ് വീണുപോയി. ഡു യു അണ്ടർസ്റ്റാൻഡ്? അന്ന് ഫംഗ്ഷനല്ല ആ കക്ഷിയല്ലേ? ആ നിങ്ങൾ വന്ന് ചേരും കേട്ടോ. ഒന്ന് പോടി. ഉടുക്കും മിഴാവും ചേർന്ന് ഒരു ജുഗൽബന്ദി അവതരിപ്പിക്കാന്ന് ഞാൻ റിസർച്ച് ചെയ്തു. നീ പറഞ്ഞ കക്ഷിയിലാ വരുന്നത്? അയ്യോ, ആദിവാസികൾ ഇവിടെ എത്തിയോ? ഞങ്ങൾ ചെന്നാ പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കാം. വെറുതെ അലമ്പുണ്ടാക്കല്ലേ. ആമ്പിള്ളേരെ കണ്ടപ്പോ അവളുടെ സകല സ്മാർട്ട്നസും പോയി. മോശം മോശം. ഏയ്, അങ്ങനൊന്നുമില്ല. എന്നാ ചെല്ലേ. ഓക്കെ ഓക്കെ, വേഗം ചെല്ലേ. എക്സ്ക്യൂസ് മീ, എന്താ ഇവിടെ? ഞങ്ങളിങ്ങനെ വെറുതെ ഐസ്ക്രീം. നീ അറിയില്ലേ നമ്മുടെ പിള്ള സാറിന്റെ മോളാ? മനസ്സിലായി. ഇരിക്കും. ഒരു ഐസ്ക്രീം പറയട്ടെ? വേണ്ട, കൂടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സും ഉണ്ട്. അവരെയും കൂടെ വിളിച്ചോളൂ. വേണ്ട, പാട്ട് പാടുമല്ലേ? അത്യാവശ്യം. ആര് പറഞ്ഞു? ടിവിയില് ആദിവാസി പാട്ടുണ്ടായിരുന്നു ഇന്നലെ. കണ്ടോ? നന്നായിരുന്നു. താങ്ക്സ്. അട്ടപ്പാട് മുത്തലക്ഷ്മി, ശീഘ്രം വാങ്ങോ.